Hey everyone, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ഡേ 5 ആണ്. സോറി, ഈ സ്ഥലമാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ഇവിടെ നിന്ന് സംസാരിക്കാൻ. കാരണം അവിടെ പോയി സംസാരിച്ചത് ഇപ്പോൾ അവർ എണീറ്റാലൊന്നും പഠിച്ചിട്ടാണ്. ഇന്ന് ഞങ്ങൾ വേറൊരു ടൗണിലേക്ക് പോവാണ്. പക്ഷേ ഇവിടെ തന്നെയാണ് സ്റ്റേ. രാവിലെ അങ്ങോട്ട് പോയിട്ട് അവിടെയുള്ള ഏരിയാസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇന്ന് സമീപിന് ഓഫാണ്. സോ വാട്ട് ഐം ഗോണ ഡു നൗ ഇസ് ഐ ആം ഗോണ മേക്ക് ഹിസ് ഫുഡ് ആൻഡ് ടേക്ക് ഷവർ ആൻഡ് ഐ ആം ഗോണ റിലാക്സ് ഫോർ സം ടൈം. എൻ്റെ അസൈൻമെൻറ്റ്സ് ഞാനത് തീർത്തു. ഇന്ന് എനിക്ക് അത്രയ്ക്ക് പണിയൊന്നുമില്ല. മേ ബി ഞാൻ കുറച്ച് വീഡിയോ എഡിറ്റിംഗ് റിലാക്സ് ചെയ്തിട്ട്. ആക്ച്വലി വീഡിയോ എഡിറ്റിംഗ് ഈസ് എ റിലാക്സിങ് ടൈം ഫോർ മീ. ഇറ്റ്സ് നോട്ട് എ സ്ട്രെസ്ഫുൾ തിങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് ശ്രീലക്ഷ്മി മടയത്തിൽ. യു ക്യാൻ കോൾ മീ ശ്രീ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. You won't believe what I just did. ഞാൻ ആ സെയിം വെജി വെള്ളത്തിൽ ചോറ് വേവിക്കാൻ വേണ്ടി വെക്കാൻ ഞാൻ അങ്ങനെ ഇട്ടു, കഴുകാതെ. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമുള്ള ഫുഡാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങനെ കുക്ക് ചെയ്തേനെ കേട്ടോ. പക്ഷേ ഇവനുള്ളതായതുകൊണ്ട് കുക്കിയിടൊക്കെ ചോറാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ പരിപാടി ഒന്ന് തുടങ്ങാം. 2 eggs, salt, അല്ലെങ്കിൽ ഞാൻ ചോപ്പ് ചെയ്ത് ഇതാണ്. Grate ചെയ്തതാണ്. Going to grate these vegetables one by one. Let's put the and add half of this pot of cream cheese. Breadcrumbs കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു. tablespoon almond flour ഇടാണ് വെറുതെ ബ്രെഡ് ക്രംസിന് പകരം. It will not make it crispy, but just ഒരു ടെക്സ്ചറിന്. ഞാൻ ബിരിയാണി ഇടുന്ന കാരണം എൻ്റെ കയ്യിലില്ല. അവൻ 350 വെച്ചിട്ടുണ്ട്. അത് പ്രീ ഹീറ്റ് ആകുമ്പോഴേക്കും ഞാൻ എല്ലാം ഡിഷ് വാഷറിലേക്ക് കയറ്റി കഴുകിടാൻ പോവാം. അവൻ ഇസ് റെഡി. 355 I'm gonna put it for 30 minutes. ഓക്കെ, സോ ഞാനിപ്പോൾ ഇനി പോയിട്ട് കുടിക്കട്ടെ. 30 minutes സംഭവം ആയിട്ടില്ല. ഐ കെപ്റ്റ് ഇറ്റ് ഫോർ അനദർ 10 minutes. ഞാൻ എൻ്റെ കോഫി എടുത്തിട്ട് കുറച്ച് നേരം വെറുതെ ഇരിക്കാൻ പോവാം. ഓക്കെ, ലെറ്റ്സ് മേക്ക് സം കോഫി. സോ അപ്പോൾ നമ്മൾ ഫ്രിഡേഴ്സ് കുറച്ച് നേരം കൂടി വെച്ചിട്ടുണ്ട്. എനിക്കിനി വെജി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം. പക്ഷേ ഐ ആം ഗോണ ഹോൾഡ് ഓഫ്. കാരണം ഇൻ ഹാഫ് ആൻ അവർ or 1 hour they are gonna wake up. I really enjoy this alone time. ഇങ്ങനത്തെ alone time നമ്മൾ എസ്പെഷ്യലി മോമീസ് എടുക്കുമ്പോൾ we feel super guilty. Don't be guilty. We deserve it. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യുന്നുണ്ട്. We start from early morning, finish it off late. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഞാൻ 5 മണിക്ക് എണീക്കേണ്ടത് 4 മണിക്ക് എണീക്കേണ്ടത്. ആ ഒരു മണിക്കൂർ എൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനുള്ള അലോൺ ടൈമാണ്, സെൽഫ് കെയർ ടൈമാണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റാർട്ട് എ ഡേ. ഇതിന് എൻ്റെ റീസണിങ് ഞാൻ പറഞ്ഞുതരാം. നമ്മളങ്ങനെ നല്ല കറക്റ്റ് ടൈമായിട്ട് വെറുതെ പണികൾ മാത്രം ചെയ്ത് ഇരിക്കുക വിചാരിക്കുക. ഇപ്പോൾ രാവിലത്തെ റൂട്ടീൻസൊക്കെ എസ്പെഷ്യലി ബേബി ഉള്ളപ്പോൾ ബേബിയുടെ കൂടെയുള്ള ടൈം നമുക്ക് നല്ല സ്ട്രെസ്ഫുൾ ആവും. നമ്മൾ സ്ട്രെസ്ഫുൾ ആകുമ്പോൾ നമ്മുടെ ബേബിക്കും അത് സ്ട്രെസ്ഫുൾ ആവും. ഫസ്റ്റ് 5 years ഓഫ് അവർ ലൈഫ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്. ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഏറ്റവും ഫാസ്റ്ററായിട്ട് നടക്കുന്ന ടൈമാണ്. കുട്ടികൾ നല്ല ഈ ടൈമിൽ എനർജറ്റിക് ആവാനുള്ള കാരണം അത് തന്നെയാണ്. അതാണ് എൻ്റെ റീസണിങ് ടു ടേക്ക് ദിസ് ടൈം ആസ് സോ പ്രഷ്യസ് ആൻഡ് മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ബുക്ക് വായിക്കുക, ഫോൺ നോക്കുക, അങ്ങനെ എന്ത് വേണമെങ്കിലും whatever you like and make you relaxed. I want to share with you a video which really struck me. I would say അത് കുറച്ച് എൻ്റെ പെർസ്പെക്റ്റീവ്സിനെ മാറ്റിയിട്ടുണ്ട്. ഇറ്റ്സ് എ റിയലി ഓസം വീഡിയോ. ഒരു കുട്ടി ചെയ്ത ഒരു അമേസിങ് ഷോ ആണത്. ഐ വിൽ ഷെയർ ദ ലിങ്ക് ബിലോ. അതിൽ മെയിനായിട്ട് പറയുന്നത് കുട്ടീനെ നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ എന്താണ് അവരുടെ ബ്രെയിനിൽ നടക്കുന്നത് എന്നാണ്. സ്ട്രെസ് ബ്രെയിനിനെ തിന്നും ആൻഡ് ബ്രെയിൻ സെൻഡ് ദി സിഗ്നൽ ടു റെസ്റ്റ് ഓഫ് ദി ഓർഗൻസ് ഇൻക്ലൂഡിങ് ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏത് ഡിസീസസിന് വേണ്ടിയിട്ടും ഇമ്മ്യൂണിറ്റി ബോഡിക്ക് തരുന്ന സിസ്റ്റമാണ്. അപ്പോൾ അത് തകരാറിലായ ഒരുപാട് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് കുട്ടിക്ക്, വിച്ച് ഇൻക്ലൂഡ്സ് ബിഗ് ആൻഡ് സ്മോൾ ഡിസീസസ്. ഐ ട്രൈ ടു വേക്ക് അപ്പ് അറ്റ് 4 o'clock മോസ്റ്റ് ഓഫ് ദ ടൈം. സംടൈംസ് സം ഡേയ്സ്, ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്നലെ ചെയ്ത പോലെ ചില ദിവസങ്ങളിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് 8 o'clock വരെ ഉറങ്ങാറുണ്ട്.
ആ ദിവസങ്ങളിൽ എനിക്ക് കിച്ചണിൽ പണിയില്ല, ഐ ക്യാൻ സ്പെൻഡ് ഗുഡ് ടൈം വിത്ത് ബേബി എന്ന് അറിയണ ദിവസങ്ങളിൽ മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് തുടക്കി വന്ന ശീലമാണ്. ആൻഡ് ഇറ്റ് ഈസ് റിയലി ഹെൽപ്പിംഗ്. ഐ സജസ്റ്റ് യു ടു മേക്ക് ആൻ ഏർലി മോർണിംഗ് റുട്ടീൻ ദാറ്റ് വിൽ റിയലി ഹെൽപ്പ് യു. ഓൾസോ ഫൈൻഡ് സം ടൈം ഫോർ യുവർ സെൽഫ്. ദാറ്റ് വിൽ റിയലി മേക്ക് എ ചേഞ്ച്. ഇതായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പുറത്തിരുന്ന് അവന് ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൻ്റെ ഡിപ്പ്, ഫ്രിറ്റേഴ്സ്. അങ്ങനെ ഞങ്ങളുടെ മോർണിംഗ് റൂട്ടീൻസ് എല്ലാം ഷടപടയെന്ന് തീർത്തിട്ട് വി ഗോട്ട് റെഡി. ഇന്ന് സന്ദീപിനും ഓഫ് ആയതുകൊണ്ട് രാവിലെ തന്നെ ഞങ്ങൾ പുറത്തിറങ്ങി. വി വെൻറ്റ് ടു ഓക്കനാഗൻ ഹെറിറ്റേജ് മ്യൂസിയം. അവിടെ ആ ഏരിയയുടെ ഹിസ്റ്ററിനെ പറ്റി, അവിടെയുള്ള ആനിമൽസിനെ പറ്റി, ഇവിടെ പണ്ട് താമസിച്ചിരുന്ന ആളുകളെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് പണ്ടത്തെ കനേഡിയൻ ക്യാബിൻ. ഗ്രോസറി സ്റ്റോറാ തോന്നുന്നു പണ്ടത്തെ. അതിൽ എഗ്ഗൊക്കെ ഇരിക്കുന്നു. ഒന്നും വേണ്ടിയില്ല, ഇത് മാത്രം മതി അവന്. ഡോണ്ട് ടച്ച്. ഇത് സ്പോർട്സിന് വേണ്ടിയിട്ട് തന്നെ ഉള്ളൊരു സെക്ഷനാണ്. 2019, 2018, 17, 15 അങ്ങനെ അടുപ്പടുപ്പ് 20s സാധനങ്ങളാണ് കേട്ടോ. ഓരോ ആൾക്കാരുടെ ജോയ്സ്. മ്യൂസിയം കണ്ടതിന് ശേഷം വി വെൻറ്റ് ടു എ ദോശ പ്ലേസ്. ഞങ്ങൾ 3 പേർക്കും ഒരിക്കലും നോ പറയാൻ പറ്റാത്തൊരു ഫുഡാണ് ദോശ. സോ വി വർ ഓൾ സോ ഹാപ്പി. ബട്ട് ഇവന് വെയിറ്റ് ചെയ്യാനുള്ള പേഷ്യൻസ് ഇല്ല ഏത് റെസ്റ്റോറൻറ്റ് പോയാലും. സോ ഹി ഹാഡ് സം ആപ്പിൾസ് വൈൽ വി വെയിറ്റ് ഫോർ അവർ ദോശ. ദെൻ വി കെയിം ബാക്ക് ഹോം, ഗേവ് ഹിസ് ഡിന്നർ ആൻഡ് സ്റ്റാർട്ടഡ് പാക്കിംഗ്. നാളെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവരുന്നതിൻ്റെ ഇരട്ടി പണിയാണ് തിരിച്ചു പോകുമ്പോഴുള്ള പാക്കിങ്ങും അൺപാക്കിങ്ങും. ബട്ട് ഫോർച്ചുനേറ്റ്ലി ഞാൻ എൻജോയ് ചെയ്യണ കാര്യമാണത്. ബട്ട് ഐ ലൈക്ക് ടു ഡു ഇറ്റ് അലോൺ. സോ അവർ രണ്ടുപേരെ ഉറക്കിയിട്ടാണ് ഈ പരിപാടി. ദിസ് ക്ലിപ്പ് ഇസ് സൂപ്പർ ഫണ്ണി. ബട്ട് വൈൽ ഐ വാസ് എഡിറ്റിംഗ് ഐ റിയലൈസ് നമ്മൾ അമ്മമാർ ഒരു ദിവസം ഇതുപോലെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുക. ആൻഡ് ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ്സ് ദ സൂപ്പർ പവർ വി മോംസ് ഹാവ്. എൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയതും പ്രൊഡക്റ്റീവ് ആയതും ഞാനൊരു അമ്മ ആയതിനു ശേഷമാണ്. ആൻഡ് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് ടു സ്റ്റോപ്പ് മീ ഫ്രം ഡൂയിങ് വാട്ട് ഐ ലവ്. ആ ഒരു ബാലൻസ് നമ്മൾ തന്നെ കണ്ടെത്തണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് കെയർ ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. രാവിലത്തെ അലോൺ ടൈമിനേക്കാൾ എനിക്ക് നല്ല ഇഷ്ടമുള്ള ടൈമാണ് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് ഇങ്ങനെ എൻ്റെ ഫേവറേറ്റ് ഫുഡൊക്കെ വാങ്ങി ഒരു മൂവിയൊക്കെ കണ്ട് ഇങ്ങനെ ചില്ല് ചെയ്യണത്. Hope you guys take some time to spend with yourself. If not, let this video inspire you to start it today. വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. Till then, bye and lots of love.